നമസ്കാരം, വെൽക്കം ബാക്ക് ടു മലബാമിംഗിൾ. ഞാൻ ഹനാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ ഓൾറെഡി കണ്ടല്ലോ, ഹെയർ ഓയിലിങ്ങിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻസിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കുറച്ച് ഡ്രാഗ് ആയിന്നോ, കുറച്ച് ലാഗ് ഉണ്ടെന്നോ മറ്റോ. അതുകൊണ്ട് ഞാൻ ഇന്ന് അധികം ലാഗൊന്നും ഇടാണ്ട് ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെയർ കെയർ റുട്ടീനെ പറ്റി ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും കാര്യമൊക്കെ വെച്ചിട്ട്. ആൻഡ് അന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് എനിക്ക് നല്ല സൂപ്പർ ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഫോർ എ വെരി ലോങ് ടൈം ഞാൻ ഹെയറിൽ ഓയിൽസ് അപ്ലൈ ചെയ്യാറില്ല. കാരണം എനിക്ക് ആവശ്യമുള്ള ഓയിൽ എൻ്റെ ഹെഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ കാലം ഈ പറഞ്ഞ പോലെ ഹെയർ ഓയിലിങ് ചെയ്യാറേയില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് മുന്നേ ഞാനിപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങൾ തുടങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് ഹീറ്റ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഹെയറിൽ. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊല്ലരുതല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ ഹെയർ കെയർ റുട്ടീൻ്റെ കുറേ വീഡിയോസ് കണ്ട് തുടങ്ങിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഹെയർ ഓയിലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കറിയായിരുന്നു ഹെയർ ഓയിലിംഗ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം, ബിക്കോസ് എൻ്റെ പണ്ടേ പേരൻസ് ഒക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം. പക്ഷേ സിൻസ് എനിക്ക് നല്ല ഓയിലി സ്കാൽപ്പ് ഉള്ളത് കൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല ഓയിൽ അപ്ലൈ ചെയ്യുന്നതും. പിന്നെ ഓൾറെഡി സ്കാൽപ്പ് ഓയിലി ആണല്ലോ, പിന്നെ അതിൻ്റെ മേലെ എന്തിന് ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉള്ളത് കൊണ്ട് ഞാനത് ചെയ്യാറില്ല. സിമ്പിൾ. അപ്പോൾ ഞാൻ ഈ റിസർച്ച് ചെയ്ത സമയത്താണ് മനസ്സിലായത് ഹെയർ ഓയിലിംഗ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളും ചോദിക്കും, ഹെയർ ഓൾറെഡി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് നമ്മുടെ സ്കാൽപ്പിൽ പ്രൊഡ്യൂസ് ആവുന്ന ഹെയറിൻ്റെ ആ ഒരു ഓയിലിനെസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാരോടും ഹെയർ ഓയിലിംഗ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓയിലിംഗ് ചെയ്യുന്ന മെത്തേഡ്, ഞാൻ എന്ത് ടൈപ്പ് ഓഫ് ഓയിൽസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഹെയർ ഓയിൽ എനിക്ക് ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യലായിരുന്നു. ബിക്കോസ് നമുക്ക് സത്യം പറഞ്ഞാൽ ഹെയറിൽ ഒരുപാട് ഓയിൽസ് യൂസ് ചെയ്യാം അല്ലേ. ആൻഡ് നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഈ കോക്കനട്ട് ഓയിൽ അതല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഓയിൽസാണ്. എനിക്കിത് രണ്ടിനോടും താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് പണ്ട് മുതലേ അതിനോട് അത്ര താല്പര്യമില്ല. ഇൻസ്റ്റഡ് ഐ പ്രിഫർ ദിസ് സ്പെസിഫിക് റെസിപ്പി ദാറ്റ് ഐ ഫൗണ്ട് ഓൺലൈൻ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത സമയത്ത് കണ്ടത് ആൽമണ്ട് ഓയിലും പിന്നെ ഒലിവ് ഓയിലൊക്കെ ഹെയറിന് നല്ലതാണ്. അപ്പോൾ ആൽമണ്ട് ഓയിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഐ പ്രിഫർ യൂസിങ് ഒലിവ് ഓയിൽ. ഇനി ഒലിവ് ഓയിലാണ് എൻ്റെ കാരിയർ ഓയിൽ. ഓക്കെ, കാരിയർ മാത്രം നമ്മൾ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന സാധനം. അതിൻ്റെ കൂടെ ഞാൻ എസെൻഷ്യൽ ഓയിൽസ് മിക്സ് ചെയ്യും. ആൻഡ് അത് ആക്ച്വലി ഡിപ്പെൻസ്. എൻ്റെ ഹെയറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ടീ ട്രീ ഓയിൽസ് യൂസ് ചെയ്യും. അതല്ലെങ്കിൽ അധികവും ഞാൻ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ആർഗൻ ഓയിൽ, അതല്ലെങ്കിൽ റോസ്മേരി ഓയിൽ. കാരണം ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റോസ്മേരി ഓയിൽ ഇസ് ബേസിക്കലി ഗുഡ് ഫോർ നമ്മുടെ ഹെയറിൻ്റെ മോയ്സ്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ, പിന്നെ ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേസമയം ആർഗൻ ഓയിൽ പിന്നെ ഹെയറിൻ്റെ റീഗ്രോത്തിനും പിന്നെ ഹെയറിൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടല്ലോ, ഹെയറിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. ഓക്കെ, പിന്നെ ടീ ട്രീ ഓയിൽ മെയിൻലി ഞാൻ യൂസ് ചെയ്യുന്നത് ഡാൻഡ്രഫിന് വേണ്ടി മാത്രം. നല്ല ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യാം ഇഫ് യു ഹാവ് ഡാൻഡ്രഫ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ പറയുന്ന ഒലിവ് ഓയിലും ആർഗൻ ഓയിലും പിന്നെ റോസ്മേരി ഓയിലും മിക്സ് ചെയ്യുന്നതിനോട്. ബിക്കോസ് മൂന്നിനും ഡിഫറെൻറ്റ് ബെനിഫിറ്റ്സ് ആണ്. ആൻഡ് ഒരിക്കലും ഈ പറയുന്ന എസെൻഷ്യൽ ഓയിൽസ് ഡയറക്റ്റ് ആയിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. ബിക്കോസ് അത് കാരണം ഒരുപാട് പ്രോബ്ലംസ് പിന്നീട് ഉണ്ടാവും. ചില ആൾക്കാർക്ക് അത് പറ്റില്ല, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ള ആളാണെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് എപ്പോഴും ഒരു കാരിയർ ഓയിലായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കാരിയർ ഓയിൽ ഒരു 3:1:1 എന്നുള്ള റേഷ്യോയിൽ എടുക്കാം. ഓക്കെ, ലൈക്ക് 3 ടീസ്പൂൺസ് ഓഫ് കാരിയർ ഓയിൽ ആണെങ്കിൽ 1 ടീസ്പൂൺ ഓഫ് പിന്നെ 1 ടീസ്പൂൺ ഒന്നും എടുക്കില്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡ്രോപ്സ്. കാരണം നമ്മളിപ്പോൾ 3 ടീസ്പൂൺ ഹെയർ ഓയിലൊന്നും ഞാൻ തലയിൽ യൂസ് ചെയ്യില്ല. കുറച്ചെടുത്തിട്ട് അതിനകത്തൊരു 5 to 6 ഡ്രോപ്സ് ഓഫ് ആർഗൻ ഓയിൽ, പിന്നെ 5 to 6 ഡ്രോപ്സ് ഓഫ് റോസ്മേരി ഓയിൽ, അങ്ങനെ ഇതൊക്കെ മൂന്നും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അധികം അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് കൂടാണ്ട് നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് ഓഫ് ഓയിലിംഗ് കൂടി ചെയ്യാം, വിച്ച് ഈസ് കോൾഡ് വാം ഓയിലിംഗ് ട്രീറ്റ്മെൻറ്റ്. അത് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവല്ലോ. നമ്മൾ ഈ എടുക്കുന്ന ഓയിലിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, ചെറുതായിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാനുള്ള ചെറിയ രീതിയിലൊന്ന് വാം ആക്കി എടുത്തിട്ട് ഹെയർ അപ്ലൈ ചെയ്യണം. ദിസ് ഈസ് ഗ്രേറ്റ് ഫോർ ഡ്രൈ സ്കാൽപ്പ് പീപ്പിൾ. ഇപ്പം എനിക്ക് ഡ്രൈ സ്കാൽപ്പ് അല്ലാത്തത് കൊണ്ട്, ഇപ്പം എന്നെ പോലെ ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ആൽമണ്ട് ഓയിൽ അതല്ലെങ്കിൽ ജോജോബ ഓയിൽ. കാരണം ഇത് രണ്ടും ആകുമ്പോൾ പിന്നെ ലെസ് ഫാറ്റി ആയിട്ടുള്ള ഓയിലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്വിക്ക്ലി നമ്മളെ സ്കാൽപ്പിൽ അത് അബ്സോർബ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഒരു സീബം പ്രൊഡക്ഷൻ, എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ അതുണ്ടാവില്ല. അപ്പം നമുക്ക് പിന്നെ എക്സസ് ഓയിൽ പ്രൊഡക്ഷനായി ശരിയാവില്ലല്ലോ. അപ്പം ഈ നിങ്ങൾ ഓയിലി സ്കാൽപ്പിൽ ആളാണ് ആൻഡ് വാം
ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ 2 ഓയിൽസ് മാത്രം യൂസ് ചെയ്യുക. ഐ വുഡ് സജസ്റ്റ് ഈ പറയുന്ന ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ 2 മെത്തേഡ് ഓഫ് ഓയിലിംഗ് ചൂസ് ചെയ്താലും അതിനെങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നു എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വോം ഓയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നോർമലി ചെയ്യുന്ന മെത്തേഡും ആവാം. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളതെങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് ആ ഡ്രോപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിലത് നമ്മളെ പ്രൊഡക്റ്റ് സക്ക് ചെയ്തിട്ട് നമ്മളെ ഹെയർ സ്കാൽപ്പിൽ ഡയറക്റ്റ് എന്താ പറയുക അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്യാം. ഞാൻ ഇതുപോലൊരു സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്തിട്ട് നല്ലോണം ഈ പറയുന്ന ഓയിൽ ഒരു 2 to 3 minutes നല്ലോണം എൻ്റെ സ്കാൽപ്പിൽ മസാജ് ചെയ്യും. എന്നിട്ട് അതിനൊരു 15 to 20 minutes മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുള്ളൂ. ചില ആൾക്കാർ പറയുന്നതൊക്കെ 1 hour ഒക്കെ കീപ്പ് ചെയ്യും. അതിനോട് എനിക്ക് ഇഷ്ടമില്ല. ബിക്കോസ് ഓയിലി സ്കാൽപ്പുള്ള ആളാണ്, എനിക്ക് അധികം വെക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ബട്ട് ഇഫ് യു ഹാവ് ഡ്രൈ സ്കാൽപ്പ് 1 hour ഒന്ന് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് ഈ പറഞ്ഞ പോലെ 15 to 20 minutes കീപ്പ് ചെയ്യും. എന്നിട്ട് ഐ വാഷ് ഇറ്റ് ഓഫ്. ഇനി വാഷ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഷാംപൂ ചെയ്യാം. ഓക്കെ, ഇഫ് യു ഹാവ് വെരി ഓയിലി സ്കാൽപ്പ് ലൈക്ക് മീ, മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഷാംപൂ ചെയ്യാൻ. ഞാനൊരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലൈക്ക് ലെറ്റ്സ് സേ ഈ ഡവിൻ്റെ ഒക്കെ ഷാംപൂ സത്യം പറഞ്ഞാൽ നല്ല മൈൽഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആബ്സ് ഗുഡ്നസിൻ്റെ ഷാംപൂ, അതൊക്കെ നല്ല ഷാംപൂസ് ആണ്. സത്യം പറഞ്ഞാൽ എവറി ഡേ യൂസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഐറ്റംസാണ്. ഡവിൻ്റെത് ഞാൻ എവറി ഡേ യൂസ് എന്ന് പറയില്ല, കാരണം അതിൻ്റെ ബെനിഫിറ്റ്, അതായത് നമ്മൾ ആ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോഞ്ചിവിറ്റി കുറവാണ്. അതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറേ നേരം ഒന്നും ലാസ്റ്റ് ചെയ്യില്ല. നമ്മളൊന്ന് വിയർത്താൽ അതിൻ്റെ എഫക്റ്റ് ഒക്കെ പോകും. അപ്പോൾ പിന്നെ നമ്മൾ ഡ്രൈ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ്സ് എ ഹോൾ അനദർ പ്രോസസ്. അപ്പോൾ ഇതുപോലെയുള്ള ഷാംപൂസ്, ഈ ആബ്സ് ഗുഡ്നസിൻ്റെ ഒക്കെ ഷാംപൂ ഇസ് ഗ്രേറ്റ്. അപ്പോൾ അത് അല്ലെങ്കിൽ മൈൽഡി എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ ബ്രാൻഡ് ഉണ്ട്. ആ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ ഡബിൾ ഷാംപൂയും ചെയ്യും. നോ നിങ്ങളൊക്കെ ചെയ്യിക്കത്ത് കുറച്ച് ഓവറല്ല, ബിക്കോസ് എനിക്ക് ഓയിൽ റെസിഡ്യൂ ഒട്ടും എൻ്റെ സ്കാൽപ്പിൽ വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഡബിൾ ഷാംപൂയും ചെയ്യും. അതെല്ലാം ഞാൻ ലോറിയലിൻ്റെ ഷാംപൂ അല്ലെങ്കിൽ കുറച്ച് ഹെവി ഇല്ലേ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല. വേറെ ഇതാ ഓക്കെ, ഞാനിപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ലോറിയലിലെ ഷാംപൂ. അപ്പോൾ അതൊക്കെ പോലെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂസ് ആണെങ്കിൽ ഞാൻ ഒറ്റ തവണ ഷാംപൂ ചെയ്യും. എന്നിട്ട് അതിനുശേഷം ഇനി ഷാംപൂ ചെയ്യുന്നേരം എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഷാംപൂ നമ്മൾ താഴോട്ട് അപ്ലൈ ചെയ്യും. നോ, ഷാംപൂ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം നമ്മൾ റൂട്ട്സിൽ അപ്ലൈ ചെയ്യേണ്ട സാധനമാണ്. ഓക്കെ, അതോ 2 മിനിറ്റ് നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യുക. നമ്മൾ മുടിൻ്റെ എൻസിന് ആവശ്യമായിട്ടുള്ള സാധനം കണ്ടീഷണേഴ്സാണ്. അപ്പം കണ്ടീഷണർ ഹെയറിൻ്റെ എൻസിൽ മാത്രം അപ്ലൈ ചെയ്യുക, സ്കാൽപ്പിൽ ചെയ്യരുത്. ഓക്കെ, ഇനി ഇത് 2 ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കൊരു മാസ്ക് യൂസ് ചെയ്യാം. ഐ പ്രിഫർ യൂസിങ് എ മാസ്ക് സം ടൈംസ്, എപ്പോഴും ചെയ്യില്ല. എപ്പോഴെങ്കിലൊക്കെ എനിക്ക് മാസ്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എൻ്റെ ഹെയറിനൊരു ഷൈൻ, പിന്നെ ഹെയറിൻ്റെ സ്ട്രെങ്തിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ആ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ അഗൈൻ മോയ്സ്ചർ നല്ലോണം ബ്ലോക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഹെയർ മാസ്കും യൂസ് ചെയ്യും. നൗ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഹെയർ മാസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതും യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ 2 ഹെയർ മാസ്ക് ആണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഹെയർ നല്ലോണം ഡ്രൈ ആയാൽ മെയിൻലി അറ്റ് നൈറ്റ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട 2 സാധനം, അത് ഞാൻ മസ്റ്റാണെന്ന് പറയില്ല, ബട്ട് നല്ലൊരു ഹെയർ ഗ്രോത്തിന് നല്ലോണം ബെനിഫിഷ്യൽ ആയിട്ടുള്ള 2 സാധനങ്ങളാണ്. അതിലൊന്ന് ഹെയർ ഗ്രോത്ത് സീറം. അത് ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പോൾ ഹെയർ ഗ്രോത്ത് സീറംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഇത്. ആൻഡ് ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ എൻ്റെ സ്കാൽപ്പിലാണ്. ഇത് കൂടാണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റോസ്മേരി വാട്ടറാണ്. ഞാനിതിന് മുന്നേ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് മൈ ഗോ ടു പ്രോഡക്റ്റ്. ഇത് എൻ്റെ ഹെയറിൻ്റെ റൂട്ടിലും ഞാൻ പറയില്ല, ബട്ട് മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയർ റുട്ടീൻ. സിമ്പിളാണ്, ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾക്ക് എന്നെ പോലുള്ളൊരു സ്കാൽപ്പുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഐ എം ഷുവർ ഇത് ട്രൈ ചെയ്യുക. നിങ്ങളെ ഹെയറിന് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. ഹെയറിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും ഇതിപ്പം എൻ്റെ പോലെ ഓയിലി സ്കിന്ന് ഓയിലി സ്കാൽപ്പ് വേണമെന്നില്ല. ഈവൻ ഡ്രൈ സ്കാൽപ്പുള്ള ആൾക്കാർക്കും ഈ സെയിം റുട്ടീൻ ഫോളോ ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ഷാംപൂയിങ് ഒന്നും ചെയ്യാതിരുന്നാൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ബാക്കിയുള്ള പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞതൊക്കെ വെരി എല്ലാ സ്കാൽപ്പ് ടൈപ്സിനും ബെനിഫിഷ്യൽ ആവുന്ന പ്രോഡക്ട്സ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തും യൂസ് ചെയ്യാം. ഞാനൊരിക്കലും പ്രോഡക്ട്സ് ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയില്ല, ബട്ട് ദിസ് ഈസ് ദ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഹെയർ ഗ്രോത്തിൽ ഡിഫറൻസ് തോന്നും, നമ്മളെ ഹെയറിൻ്റെ ടെക്സ്ചറിൽ ഡിഫറൻസ് തോന്നും, ഹെയറിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അതിലൊക്കെ നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നും. ഇപ്പം ഞാൻ കറൻ്റ്ലി ഫോളോ ചെയ്യുന്ന ഹെയർ കെയർ റുട്ടീനാണ് ഇത്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഇത് ഞാൻ മാക്സിമം ഷോർട്ട് ആക്കാൻ വേണ്ടി ഞാൻ സ്പീഡിൽ സംസാരിച്ചിട്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് യെസ്, ഈ വീഡിയോ നിങ്ങൾ ഈ മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. നിങ്ങൾക്ക് എഫക്റ്റീവ് ആണോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ, ഇനി എന്ത് വീഡിയോ നിങ്ങൾക്ക് കണ്ടെന്നും കൂടി പറയാം.
ബിക്കോസ് ആസ് ഓൾവേസ് എൻ്റെ മൈൻഡിൽ അധികം ഐഡിയാസ് ഒന്നും ഇല്ല. അപ്പോൾ ഈ മെത്തേഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ യഥാശേസ്.